മഹാന്മാരുടെ ജീവിതങ്ങൾ, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്നവരുടെ മഹാന്മാരായ ആളുകളുടെ ജീവിതങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും അവരെ എത്രത്തോളമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് അനുസരിച്ചിരുന്നത്, അവിടുന്ന് എത്രത്തോളമാണ് പടച്ച തമ്പുരാനെ മനസ്സിലാക്കിയിരുന്നത് എന്ന് എന്റെ പ്രിയമുള്ളവരെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. മഹാനായ സുഫിയാൻ റളിയല്ലാഹു തആല ഒരിക്കൽ അവിടുന്ന് പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവേ, സുഫിയാൻ റളിയല്ലാഹു തആല അവിടുന്ന് പറയുകയാണ്, ഞാൻ സുഫിയാൻ സൗദി റളിയല്ലാഹു തആല സ്വപ്നം കാണുകയാണ്. പടച്ച റബ്ബേ, ആ സ്വപ്നം കാണുന്ന സമയത്ത് അദ്ദേഹത്തോട് ഞാൻ വസിയത്ത് തേടുകയാണ്. അവിടുന്ന് തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നന്മയുള്ള ഒരു കാര്യത്തെ എനിക്ക് പറഞ്ഞു തരുമോ? ഏറ്റവും കൂടുതൽ ഖൈറായ ഒരു കാര്യത്തെ നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്നതാവിടുന്ന് മഹാനായ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു മഹാനായ സുഫിയാൻ സൗദി റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുമ്പോൾ അതാവിടുന്ന് മഹാൻ അവർക്ക് അവിടുന്ന് പറഞ്ഞു കൊടുത്ത മറുപടി എന്താണെന്നറിയോ? നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ ഏറ്റവും കൂടുതൽ അവിടെ നന്മകൾ ലഭിക്കുന്ന ഒരു കാര്യം ഏതാണെന്നറിയോ? അഖില്ല മിൻ മഅരിഫത്തിന്നാസ്, ജനങ്ങൾക്കിടയിൽ നിന്നുണ്ടല്ലോ അവിടെ നിന്നിങ്ങനെ മാറിക്കൊണ്ട് ചുരുങ്ങിയ ജീവിതം നയിക്കലാണ്. ജനങ്ങൾക്കിടയിലൂടെ വല്ലാതെ ഇറങ്ങാതെ നല്ല രീതിയിലുള്ള ഒരു ജീവിതം നയിക്കലാണ് എന്ന് മഹാനായ സുഫിയാൻ സൗദി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ തങ്ങൾ അവിടുന്ന് ചോദിക്കുമ്പോൾ ഈ മറുപടിയാണ് അവിടുന്ന് മഹാനവറുകൾ അവിടുന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. ഏകാന്ത ജീവിതത്തോട് വല്ലാത്ത സ്നേഹം നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ ആ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ മഹത്വം നമുക്ക് നൽകുന്നുണ്ട്. അള്ളാന്റെ മഹാന്മാരുടെ ജീവിതം എന്ന് എടുത്തു നോക്ക്, അവർക്ക് ഏറ്റവും കൂടുതൽ മഹത്വങ്ങളിലേക്ക് കടന്നുപോയത് എങ്ങനെയാണ്? ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളും മറന്നുകൊണ്ട് എല്ലാ സന്തോഷങ്ങളും അവിടുന്ന് മാറ്റിവെച്ചുകൊണ്ട് അല്ലാഹ് എന്ന് പറയുന്ന ഏറ്റവും വലിയ ശക്തിയെ തന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചതാണ്. അങ്ങനെ ജീവിച്ചു പോയ മഹാന്മാരാണ് അല്ലാഹുവിന്റെ സ്വഹാബത്ത്, അല്ലാഹുവിന്റെ മഹത്തുക്കളായ ആളുകള്. അപ്പോഴാണ് അല്ലാഹു തആല ഒരുപാട് പദവികൾ അവർക്ക് കൊടുത്തിട്ടുള്ളത്. മഹാന്മാരുടെ ഉപദേശങ്ങൾ നോക്കി, അവരുടെ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയാണ്. പിന്നീട് അവരുടെ ഉപദേശവും അങ്ങനെ തന്നെയാണ്. എന്താ പറഞ്ഞത്? ജനങ്ങൾക്കിടയിൽ നിന്നുള്ള ആ ഒരു തിരിച്ചറിയുന്നതുണ്ടല്ലോ, അതിനെ നീ ഒന്ന് ചുരുക്കിയാൽ, ജനങ്ങൾ നിന്നെ തിരിച്ചറിയുന്ന കാര്യങ്ങൾ നീ ഒന്ന് ചുരുക്കി വെച്ചാൽ, നീ ഒന്ന് ഏകാന്തമായിട്ട് നിന്റെ കാര്യങ്ങൾ കൊണ്ടു നടന്നാൽ, അതാണ് ഈ നിനക്ക് ഏറ്റവും ഈ കാലഘട്ടത്തിൽ നല്ലത് എന്ന് മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹു പറയാണ്. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ജീവിതത്തിൽ വിജയിക്കാനുള്ള ഒരു വഴിയാണ് മഹാനവറുകൾ പറഞ്ഞത്. വിജയിക്കാനുള്ള ഒരു വഴി. നമ്മളൊക്കെ വിജയം തേടി നടക്കുന്നവരാണല്ലോ. നമ്മുടെ സംസാരവും നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ എന്നെ നാലാളുകൾ അറിയണം. ആ ഒരു ചിന്തകളിലൂടെയാണ് എന്റെ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. അങ്ങനെ നടക്കുമ്പോഴാണ് എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സിനകത്തേക്ക് തെറ്റിന്റെ കൂമ്പാരങ്ങൾ ഓടി വരുന്നത്. അതിനു വേണ്ടി നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ വലിയ സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ നമ്മൾ എന്തും ചെയ്യാൻ, പണത്തിന് വേണ്ടി നമ്മൾ എന്തും ചെയ്യാൻ. ഈ രണ്ട് ചിന്തകളുണ്ടല്ലോ. അല്ലാഹുവേ, പണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ കടന്നു പോകുന്നത്. അല്ലാഹുവേ, എന്നുള്ള ആ ഒരു ചിന്തയുണ്ടല്ലോ, എനിക്ക് പണം വേണം, ജീവിക്കണമെങ്കിൽ എനിക്ക് ഒരുപാട് സമ്പത്ത് വേണം എന്നുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റിവെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരാജയപ്പെടുത്തുന്നതല്ല, നമുക്ക് ഒരുപാട് വിജയങ്ങൾ അല്ലാഹു തആല നൽകുന്നതാണ്. അതാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞിരുന്നത്. അവിടുത്തെ ജീവിതം നമുക്ക് മാതൃകയാണല്ലോ. ഒരുപാട് അനുഗ്രഹങ്ങളുള്ള ജീവിതമായിരുന്നല്ലോ. പടച്ച റബ്ബേ, അവിടുത്തെ ജീവിതത്തെ തന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് മാതൃകയോടെ നടന്നിരുന്ന സ്വഹാബത്ത് ഒരുപാട് ആളുകള്, അവരൊക്കെ ഇന്ന് ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് കുതിക്കാനുള്ള കാരണമെന്തേ? അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം
ജീവിതമാണ് ഇഷ്ടപ്പെട്ടത്. അവിടുത്തെ ജീവിതത്തോട് വല്ലാത്ത മഹബത്ത് വെച്ചതായിരുന്നു. അതാണ് അള്ളാന്റെ റസൂലിന്റെ ജീവിതം എന്ന് പറയുന്നത്. ദുനിയാവ് വേണ്ട, ആഡംബരങ്ങൾ വേണ്ട, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയാണ് ഈ പ്രപഞ്ചത്തെ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിനകത്ത് ആ ചിന്ത ഉണ്ടായിരുന്നു. ആരാ പറഞ്ഞത്? ആരാ പറഞ്ഞത്? അല്ലാഹയാണ് പറഞ്ഞത്. അല്ലാഹയാണ് പറഞ്ഞത്. ഈ പ്രപഞ്ചത്തെ മുഹമ്മദ് നബിയെ അങ്ങക്ക് വേണ്ടിയാണ് ഞാൻ സൃഷ്ടിച്ചതെന്ന് പറഞ്ഞതാരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. എന്നെ പടച്ചത്, നിങ്ങളെ പടച്ചത്, ഈ അഖില ലോക ബ്രഹ്മാണ്ഡ കടാങ്ങൾ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് ഏകനായ പടച്ച തമ്പുരാനാണ്. അത് റസൂലുള്ളാഹിക്ക് വേണ്ടിയാണ്. ഇത് മെഹബൂബും ഹബീബും തമ്മിലുള്ള ബന്ധമാണ്. ഇത് മെഹബൂബും ഹബീബും തമ്മിലുള്ള ബന്ധമാണ്. എന്നിട്ടും റസൂലുള്ളാഹിന്റെ ജീവിതത്തിനകത്ത് ലാളിത്യമായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹ് ഞങ്ങളുടെ മനസ്സിനകത്ത് നല്ല ചിന്ത നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മിസ്വർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഒരിക്കലതാ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരാൾ കടന്നു വരികയാണ്. മഹാനവറുകൾ അവിടുന്ന് പറയുകയാണ്. എന്നിട്ട് കടന്നു വന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, എല്ലാ മുസ്ലിമീങ്ങൾക്കും അങ്ങയുടെ ഏറ്റവും ബറക്കത്തുണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങൾക്ക് അങ്ങയിൽ ഒരുപാട് നന്മകൾ നൽകിയിട്ടുണ്ടല്ലോ. എന്തെങ്കിലും ഒരു ഖൈർ കൊണ്ട് എനിക്കും ഒരു പ്രത്യേകമാക്കി തരുവോ നബിയേ? എന്റെ ജീവിതത്തിൽ ഒരു നന്മ തരുവോ നബിയേ? എന്നവിടെ നിന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉപദേശം തേടുമ്പോ അതാ അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, ഏ സ്വഹാബാ, നിങ്ങൾ എന്റെ അടുത്ത് നിന്ന് ഉപദേശം തേടുകയാണോ? ആ ചെറുപ്പക്കാരൻ അവിടുന്ന് പറയുന്നു, നബിയേ, അതെ നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, നീ ഒരു കാര്യം ചെയ്യാൻ, നീ ഒരു കാര്യം നീ ചെയ്യണേ. എന്തേ പറഞ്ഞതെന്നറിയോ? എന്തേ പറഞ്ഞതെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നീ ഒരു കാര്യത്തിന് വേണ്ടി പുറപ്പെട്ടു കഴിഞ്ഞാൽ ആ കാര്യത്തിന്റെ എല്ലാ വശങ്ങളും നീ ഒന്ന് മനസ്സിലാക്കണേ. എല്ലാ കാര്യങ്ങളും നീ ഒന്ന് മനസ്സിലാക്കണേ. അങ്ങനെ നീ അവിടുത്തെ ഓരോ വശങ്ങളും മനസ്സിലാക്കിയെടുത്തിട്ട് അത് ചെന്നെത്തുന്നത് ഏറ്റവും വലിയ നന്മയിലേക്കാണെങ്കിൽ നീ അതിന്റെ കൂടെ കൂടിക്കോ. അല്ലാതെ ശർറിലേക്കാണ്, ഈ സമൂഹത്തിനത് നാശമാണ്, നിനക്കത് നാശമാണ്, എന്നാ നീ അതിലേക്ക് പോകരുതെന്ന് അള്ളാന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ജോലി ചെയ്യുമ്പോ, നമ്മൾ സംസാരിക്കുമ്പോ, നമ്മൾ ഇടപെടുമ്പോ എല്ലാം അത് നന്മയാകാൻ എന്റെ പ്രിയമുള്ളവരെ നമ്മളൊന്ന് പരിശോധിക്കണേ, നമ്മളൊന്ന് പരിശോധന നടത്തണേ. അല്ലാഹു നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഞങ്ങൾ ചെയ്യുന്നതും ഞങ്ങൾ കാണുന്നതും ഞങ്ങൾ പറയുന്നതുമെല്ലാം അല്ലാഹുവേ പടച്ചവനെ നീ നന്മയിലാക്കി തരണേ അല്ലാഹ്. അനാവശ്യ സംസാരങ്ങളുണ്ടല്ലോ, നമ്മുടെ വാക്ക് കൊണ്ടത് അനാവശ്യമാണോ എന്ന് ചിന്തിക്കണേ. നമ്മൾ പ്രവർത്തിക്കുന്നത് അനാവശ്യമാകുമോ എന്ന് ചിന്തിക്കണേ. ആർക്കെങ്കിലും അതുകൊണ്ട് നഷ്ടം വരുന്നുണ്ടോ എങ്കിലും നമ്മളത് പറയരുതേ എന്റെ പ്രിയമുള്ളവരെ. അതിലേക്ക് നമ്മൾ ഇടപെടരുതേ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ. ഒരാള് കടന്നു വന്ന് കണ്ട് എന്താ ചോദിച്ചത്? നബിയെ, ഞങ്ങളുടെ ജീവിതത്തിനകത്ത് നന്മ ഉണ്ട്, നന്മ വേണം, എന്തെങ്കിലും ഒരു ഉപദേശം എനിക്ക് തരുവോ നബിയെ എന്നവിടെ നിന്ന് പറഞ്ഞപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നന്മ പഠിപ്പിച്ചു കൊടുക്കാൻ. നീ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത്, നീ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ആ കാര്യം നിനക്ക് ഉപകരിക്കുന്നുണ്ടോ, അത് നന്മയാണോ, അതിന്റെ നന്മയുള്ള വശങ്ങൾ നീ ഒന്ന് പഠിക്കണം. എന്നിട്ട് സമൂഹത്തിനോ നിനക്കോ നിന്റെ കൂട്ടുകാരനോ മറ്റുള്ളവർക്ക് അത് മോശത്തരമാണെങ്കിൽ നീ അതിലേക്ക് നിൽക്കരുത്.
നീ അതിലേക്ക് നിൽക്കരുത്, നീ അതിൽ നിന്ന് മാറണം. അത് നന്മയാണെങ്കിൽ മാത്രം അത് മുന്നോട്ട് കൊണ്ടുപോയാൽ മതി. അത് നിന്റെ ജീവിതത്തിൽ നിനക്ക് വിജയമേ ഉണ്ടാക്കൂ, നിനക്ക് ഹൈറേ നൽകൂ എന്ന് അള്ളാന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് അതാ അവിടുന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, لن يلج النار من بقى من خشية الله حتى يعود اللبن في الضرع. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് നമ്മളെങ്ങാനും കരഞ്ഞു പോയാൽ, അതുകൊണ്ട് നമ്മൾ ഓരോ പ്രവർത്തനങ്ങളും ചെയ്യുമ്പോൾ പടച്ചവനെ നമ്മൾ ഭയക്കണം. നമ്മുടെ സൂക്ഷ്മതയുള്ള ജീവിതമായിരിക്കണം. എന്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് റസൂലുള്ള പറയുകയാണ്, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ആരെങ്കിലും അവിടുന്ന് കരഞ്ഞാൽ, അല്ലാഹുവേ, ഒരു ഒട്ടകത്തിന്റെ പാലുണ്ടല്ലോ, ആ പാല് തന്റെ അകിടിലേക്ക് തന്നെ മടങ്ങുന്നത് വരെ അവൻ ഒരിക്കലും തന്നെ നരകത്തിൽ കടക്കുന്നതല്ല, ഒരിക്കലും തന്നെ അവന് നരകത്തിൽ കടക്കുന്നതല്ലെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഒട്ടകത്തെ കറന്നിട്ട് അല്ലെങ്കിൽ ആടിനെ കറന്നിട്ട് പശുവിനെ കറന്നിട്ട് ആ പാല് നമ്മുടെ കൈയിനകത്തേക്ക് നമ്മൾ എടുത്താൽ, ഒരു പാത്രത്തിലേക്ക് നമ്മൾ എടുത്താൽ, പിന്നെ അതിന്റെ അകിടിലേക്ക് തന്നെ കയറി പോകുന്ന ചരിത്രം നമുക്ക് പറയാനുണ്ടോ? ഒരിക്കലും തന്നെ ഇല്ലല്ലോ. അങ്ങനെ സംഭവിക്കൂല എന്ന് 100% ഉറപ്പാണല്ലോ. അതുകൊണ്ട് പടച്ച തമ്പുരാന്റെ മുമ്പില് നമ്മൾ കരഞ്ഞാൽ അള്ളാന്റെ നരകത്തെ ഓർത്തിട്ട്, അള്ളാന്റെ മരണത്തെ ഓർത്തിട്ട്, പടച്ചവനെ അവിടുത്തെ ഖബറിനെ ഓർത്തിട്ട്, സിറാത്തിനെ ഓർത്തിട്ട്, ആ സിറാത്തിന്റെ ഭീമാകാരമായ പടച്ചറബ്ബെ അവസ്ഥയെ ഓർത്തുകൊണ്ട്, ഖബറിന്റെ വേദനാജനകമായ അവസ്ഥയെ ഓർത്തുകൊണ്ട്, അല്ലാഹ് സിറാത്തിലും മഹ്ശറയിലുമെല്ലാം നമ്മൾ ഒരുമിച്ച് കൂടുന്ന സമയം നമുക്കുണ്ടല്ലോ. ആ സമയത്ത് എന്റെ അവസ്ഥ എന്താണ്? അല്ലാഹ്, ഈ ദുനിയാവിലൂടെ ഞാനിങ്ങനെ കളിച്ചു ചിരിച്ചുകൊണ്ട് നടക്കുകയാണ്. അല്ലാഹ്, ഹറാമുകൾ കണ്ട്, ഹറാമുകൾ കേട്ട്, ഹറാമുകൾ പറഞ്ഞ്, എല്ലാ നന്മയുടെ പക്ഷത്ത് നിന്നും മാറി നിന്നുകൊണ്ട് ദുനിയാവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് നടക്കുകയാണല്ലോ അല്ലാഹ് എന്ന് മനസ്സിനകത്ത് ചിന്ത വന്നിട്ട്, മാനസാദരം കടന്നു വന്നിട്ട്, അല്ലാഹുവേ, കള്ളു കുടിച്ചിട്ടുണ്ട്, അല്ലാഹ് പടച്ചവനെ വ്യഭിചരിച്ചിട്ടുണ്ട്, അല്ലാഹ് ഒരുപാട് തെറ്റിന്റെ വഴികളിലൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ട്, അല്ലാഹ് എന്ന് ചിന്തിച്ചു കൊണ്ടെങ്ങാനും പടച്ചറബിന്റെ മുമ്പിൽ നമ്മൾ പാതിരാ സമയത്തിന്റെ നിശബ്ദതയില് എല്ലാവരും പടച്ചവനെ കടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ വീട്ടിനകത്തിരുന്നു കൊണ്ട് നമ്മളെങ്ങാനും പൊട്ടിക്കരഞ്ഞിട്ട് ദുആ ചെയ്താൽ, അല്ലാഹുവേ, നമ്മെ പടച്ച് നമ്മെ എല്ലാ സംരക്ഷണങ്ങളും നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന നമ്മുടെ ഏകനായ പടച്ച തമ്പുരാനുണ്ടല്ലോ. നമ്മൾ വിളി കേൾക്കും എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ വിളിച്ചാൽ നമ്മുടെ വിളി കേൾക്കുമല്ലോ. നമ്മളൊന്ന് കരഞ്ഞാൽ നമ്മുടെ കണ്ണുനീരെടുക്കാൻ അല്ലാഹ് കടന്നു വരുമല്ലോ. നമ്മുടെ പ്രയാസങ്ങൾക്ക് മുമ്പില് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വലിയ അനുഗ്രഹമായിട്ട് കടന്നു വരുമല്ലോ. അതുകൊണ്ട് പടച്ച തമ്പുരാന്റെ മുമ്പിൽ നമ്മൾ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിനക്ക് നരകത്തിന്റെ വാസന പോലും അല്ലാഹു നിന്നെ കേൾപ്പിക്കുന്നതല്ല. നിന്നെ അല്ലാഹു നരകത്തിൽ തൊട്ട് അല്ലാഹു തആല കാക്കുന്നതാണ്. പടച്ച റബ്ബിന്റെ പരമോന്നതമായ പവിത്രമായ സുന്ദരമായ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ കൊണ്ട് നിറക്കപ്പെട്ട പടച്ച തമ്പുരാന്റെ സ്വർഗ്ഗമുണ്ടല്ലോ. ആ സ്വർഗ്ഗലോകം നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഉമ്മ നരകത്തിന്റെ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്ക്. അല്ലാഹ് നമുക്ക് പേടിയും നരകമാണല്ലോ. നമ്മൾ കരയാറുള്ളത് നരകത്തെ പേടിച്ചിട്ടാണല്ലോ. പഠിച്ചവനെ വല്ലാത്ത തീച്ചാരകളെ കൊണ്ട് വരുന്നതാണ് തീ നരകമെന്ന് പറയുന്നത്. പാമ്പുകളെ കൊണ്ട് തേളുകളെ കൊണ്ട് നിറക്കപ്പെട്ടതാണ് നരകമെന്ന് പറയുന്നത്. അവിടെ സുഖമില്ലല്ലോ, അവിടെ പ്രയാസമാണല്ലോ, അവിടെ വേദനകളാണല്ലോ. നന്മയുള്ള ഒരാളും ആ നരകത്തിൽ കിടക്കൂലല്ലോ. നന്മയില്ലാത്തവരല്ലേ പഠിച്ചവനെ അതിനകത്ത് കിടക്കുന്നത്. നന്മയുള്ള ആളുകൾ, നന്മ പക്ഷത്ത് ചേർന്ന് നിൽക്കുന്ന ആളുകൾ പടച്ച തമ്പുരാന്റെ സ്വർഗത്തിലാണല്ലോ. അതുകൊണ്ട് പടച്ചവനെ ഈ ദുനിയാവിൽ നമ്മൾ പാപികളായിട്ട് കഴിയുമ്പോ, അല്ലാഹനെ മറന്നുകൊണ്ട് കഴിയുമ്പോ പടച്ച റബ്ബ് നമ്മുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴുകിക്കളയാ. എന്റെ പ്രിയമുള്ളവരെ, ഏറ്റവും പറ്റുന്ന മരുന്നാണ് ദുആ എന്ന് പറയുന്നത്. ഏത് വലിയ വിധിയേയും അവിടുന്ന് പടച്ചവനെ അവിടുന്ന് മാറ്റി എഴുതാൻ നമ്മളെ കൊണ്ട് കഴിയുമല്ലോ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ ജീവിതത്തിൽ നീ നന്മ നൽകണേ അല്ലാഹ്. ഒരുപാട് നന്മകൾ പറയാനും പ്രവർത്തിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. പഠിച്ച റബ്ബേ, ദീനിന്റെ കാര്യങ്ങൾ പറയുമ്പോ ഞങ്ങളുടെ മനസ്സിനകത്ത് ഒരുപാട് കളങ്കങ്ങളാണ് പഠിച്ചവനെ കടന്നു വരുന്നത്. ഒരുപാട് മോശപ്പെട്ട ചിന്തകളാണ് അല്ലാഹ് കടന്നു വരുന്നത്. ഒരുപാട് കളിയാക്കലാണ് കടന്നു വരുന്നത്. ഒരുപാട് കുറ്റപ്പെടുത്തലുകളാണ് പഠിച്ചവനെ കടന്നു വരുന്നത്. ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ടല്ല അല്ലാഹ്. ഞങ്ങളുടെ മനസ്സിനെ നീ നന്നാക്കണേ അല്ലാഹ്. പഠിച്ച റബ്ബേ, ജീവിതത്തിൽ ഒരുപാട് നന്മകൾ കേട്ടുകൊണ്ട് നന്മകൾ പറഞ്ഞുകൊണ്ട് ജീവിതത്തിൽ മുന്നേറാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഒരാളെയും കളിയാക്കാതെ കുറ്റപ്പെടുത്താതെ സ്വർഗത്തിന്റെ അവകാശികളായി കൊണ്ട് കടന്നു പോകാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ദുനിയാവിൽ ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ പേടി അത് നരകത്തെയാണ്. ദുനിയാവിൽ ജീവിക്കുന്ന മനുഷ്യന്റെ ഹൃദയത്തിൽ കൈവച്ചിട്ട് പടച്ച റബ്ബിനോട് അവൻ പറയുന്നത് എന്താ? പടച്ചോനെ, അല്ലാഹുവേ പടച്ച റബ്ബേ, നീ ഞങ്ങൾക്ക് നരകം തരല്ല അല്ലാ, ഞങ്ങളുടെ പാപങ്ങൾ പുറത്തുണ്ട് അല്ലാ എന്നാണ് എന്റെ പ്രിയമുള്ളവരെ നമ്മൾ പറയാ. എന്ന പാപം പൊറുക്കാനും നരകത്തെ തൊട്ട് നിന്നെ കാത്തുരക്ഷിക്കാനുമുള്ള ഏറ്റവും വലിയ ഒരു വഴി അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, മോനെ അത് പ്രാർത്ഥനയാണ്, പടച്ച റബ്ബിന്റെ മുമ്പിൽ ദുആ ചെയ്യലാണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ പ്രിയമുള്ളവരെ നമ്മെ പഠിപ്പിക്കാൻ അല്ലാഹു തആല മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ കരഞ്ഞാൽ ഒരു തുള്ളി കണ്ണുനീരെങ്ങാനും അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് നമ്മുടെ കണ്ണിൽ നിന്ന് വന്നാൽ അതിന്റെ അർത്ഥം എന്തെന്നറിയോ? നിന്നെ അല്ലാഹു തആല സ്വീകരിക്കുന്നുണ്ട്. അല്ലാഹു തആല നിന്റെ നരകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി നിർത്തുന്നുണ്ട്. മോനെ, നിന്റെ കണ്ണുനീര് കൊണ്ട് നരകത്തിന്റെ തീയിന്റെ ചൂട് നിനക്ക് കെടുത്താൻ നിനക്ക് കഴിയണം. ആ നരകത്തിൽ കടക്കാതിരിക്കാൻ, ആ നരകത്തെ തൊട്ട് നീയുമുള്ള ഒരു മറയുണ്ടാക്കാൻ നിന്റെ കണ്ണീര് കൊണ്ട് നിനക്ക് കഴിയണം. മനസ്സിലായോ? അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകാൻ, ജീവിതത്തിൽ മനസ്സിനൊരു സമാധാനം കിട്ടാൻ, ജീവിതത്തിൽ നല്ല അനുഗ്രഹങ്ങൾ കടന്നു വരാൻ എന്റെ പ്രിയമുള്ളവർ നമ്മൾ ചെയ്യേണ്ടത് പ്രാർത്ഥന നടത്തുക. റബ്ബിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. പാതിരാ സമയത്തിന്റെ നിശബ്ദതയിൽ എല്ലാവരും സുഖനിദ്രയിൽ ആണ്ട് പൂണ്ട് കിടന്നിറങ്ങുമ്പോ നമ്മളൊന്ന് എണീക്കണം. എന്നിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ ഒരു 2 റക്അത്ത് നമസ്കരിച്ചിട്ട് ഒന്ന് കണ്ണുനീരൊഴുക്കി കരയണം. എന്റെ പ്രിയമുള്ളവരെ, മഹാന്മാര് പഠിപ്പിക്കാറുണ്ട്, പാതിരാ സമയത്തിന്റെ നിശബ്ദതയിൽ അല്ലാഹുവേ ആ സമയത്ത് കരയുന്ന പ്രാർത്ഥനയുണ്ടല്ലോ, ആ കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിൽ ഇരിക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ, ആ സമയത്തിന്റെ ഒരു വല്ലാത്തൊരു സുഖമുണ്ട്. ആ സുഖം ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് മരിക്കുന്ന സമയത്ത് കരഞ്ഞുകൊണ്ട് ഇനി ഞങ്ങൾക്കത് കിട്ടൂലല്ലോ എന്ന് ഭരിക്കുന്ന സമയത്ത് കരഞ്ഞു പറഞ്ഞിട്ട് അള്ളാന്റെ ഔലിയാക്കൾ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്.
മരിക്കുന്ന സമയത്ത് അവരൊക്കെ കരയാ. ജനങ്ങൾ ചോദിക്കുമ്പോൾ പറയുന്ന മറുപടി ഇതാ, ആ സമയത്തിന് ഞങ്ങൾക്ക് നമസ്കരിക്കുന്ന ഒരു സുഖമുണ്ട്, അത് ഞങ്ങൾക്ക് കിട്ടൂലല്ലോ. ആലോചിച്ചോക്കാണെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, ആ സമയത്ത് നമ്മളൊന്ന് കരഞ്ഞാൽ, റബ്ബിന്റെ മുമ്പിൽ നമ്മുടെ വിഷമങ്ങളൊന്ന് പറഞ്ഞാൽ, അല്ലാഹ് നമ്മളെ കൈവിടും? ഒരിക്കലുമില്ല. അല്ലാഹു തആല നമ്മെ സ്വീകരിക്കും. അല്ലാഹു തആല നമ്മെ സ്വീകരിക്കും. അല്ലാഹു നമ്മെ കബൂൽ ചെയ്യട്ടെ. അല്ലാഹു തആല നമ്മെ കബൂൽ ചെയ്യട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, മഹാനായ അബ്ദുള്ള റളിയല്ലാഹു തആല അവിടുന്ന് പറയുകയാണ്, തവദ്ദൂ തഅവ്വദുൽ ഖൈറ ഫഇന്നൽ ഖൈറ ബിൽ ആദാ. അല്ലാഹുവേ, മഹാനവറുകൾ അവിടുന്ന് പറയുകയാണ്, അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഖൈറ് നിങ്ങളെങ്ങാനും പതിവായി ചെയ്യുകയാണെങ്കിൽ, ഖൈറായ ഒരു കാര്യത്തെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ആ ഒരു നന്മയാർന്ന ഖൈറായ ആ കാര്യമുണ്ടല്ലോ, അത് നിത്യമായി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടു നടക്കണേ എന്ന് മഹാനായ അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. അത് നിങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കുന്നതാണ്. നിങ്ങൾ സ്വലാത്ത് ചൊല്ലുന്നുണ്ടോ? ഇന്ന് സ്വലാത്ത് ചൊല്ലി പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു വിഷമം വരുമ്പോഴാണ് നമ്മൾ എടുത്തു നോക്കുന്നത്. അതല്ല മോനെ പറയുന്നത്, ഒരു നന്മ നമ്മൾ നിത്യമാക്കിയുള്ള കഴിവ് നമുക്ക് വേണം കേട്ടോ. നിത്യമായിട്ടൊരു നന്മ നമ്മൾ ചെയ്യാൻ കരുതിയാൽ അത് നിത്യമായിട്ട് നമ്മൾ കൊണ്ടു നടക്കണേ. അതേപോലെ തന്നെ ഓരോ ദിക്റുകൾ, ഓരോ സ്വലാത്തുകൾ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിനകത്തേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോ ആത്മാർത്ഥമായിട്ട് നമ്മൾ കൊണ്ടു നടക്കണം. ജീവിതത്തിന്റെ ഭാഗമായിട്ട് നമ്മളിത് കൊണ്ടു നടക്കണേ. അത് നമ്മുടെ നന്മയിലേക്ക് എത്തിക്കുമെന്ന് മഹാനായ അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹു. എന്ത് കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിലും എൻ്റെ പ്രിയമുള്ളവരെ, ആ ഒരു കാര്യത്തെ മുറുകെ പിടിച്ച് എല്ലാ ദിവസവും നമ്മൾ ചെയ്യും. എല്ലാ ദിവസവും നമ്മൾ ചെയ്യാം. അല്ലാതെ നമ്മൾ ഇന്നൊന്ന് ചെയ്യാം, പിന്നെ നമ്മൾ പിന്നെ ചെയ്യൂല. പിന്നെ കുറെ ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലിങ്ങനെ തോന്നും, ആ ഇന്നൊന്നും കൂടെ സ്വലാത്ത് ചെല്ല, 100 സ്വലാത്ത് അല്ലെങ്കിൽ 100 ഇസ്തിഗ്ഫാർ ചെല്ല. പിന്നെ അതിലല്ല ബർക്കത്ത്, അതിൽ അല്ലാഹു തആലക്ക് ഓനക്ക് തോന്നും, നമ്മൾ തോന്നുമ്പോൾ സല്ലി എന്ന് പറയുന്നത് അല്ലേ, അതല്ല വേണ്ടത്. തോന്നുമ്പോഴല്ല. നമ്മൾ ഇങ്ങനത്തെ ഇബാദത്തുകളും അമലുകളൊക്കെ നിത്യമായിട്ട് നമ്മൾ കൊണ്ടു നടക്കുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ പ്രിയമുള്ളവർ, ഒരു അമലിനെ നമ്മൾ അങ്ങനെ കൊണ്ടു നടന്നാൽ അല്ലാഹ് നമുക്ക് പരാജയം തരൂല. നമുക്കെന്താ പരാജയം? ചില അമലുകൾ നമ്മൾ ഇങ്ങനെ കൊണ്ടു നടക്കും, പിന്നെ പാതിയിലിടും. അപ്പൊ അല്ലാഹു തആല നമ്മൾ അതുപോലെ തന്നെ താഴ്ത്തിക്കിടും. മനസ്സിലായോ? അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു തആല നമുക്ക് കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമുക്ക് ഖൈർ നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് നന്മകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരട്ടെ. ഒരുപാട് നന്മകളിലൂടെ നന്മകൾ പ്രവർത്തിച്ചുകൊണ്ടാണ് നമുക്കിവിടെ വിജയിക്കാൻ കഴിയുന്നത്. നമ്മുടെ സ്വഭാവം നന്നാകുന്നത്, നമ്മുടെ മനസ്സ് നന്നാകുന്നത്, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല ഖൈറും ബറകത്തും അല്ലാഹു തആല നൽകുന്നത്. അത് വേണോ? നന്മകൾ നമ്മുടെ ജീവിതത്തിനകത്ത് വേണോ പ്രിയമുള്ളവരെ? ആ നന്മകൾ വേണമെങ്കിൽ ദുനിയാവിന്റെ തൊലിക്കുമുകൾ അല്ലാഹനെ അറിയാൻ കഴിയുന്ന പടച്ച റബ്ബിന് ഇഷ്ടമുള്ള ഒരുപാട് നന്മകളുണ്ട്, ദിക്റുകളുണ്ട്, സ്വലാത്തുകളുണ്ട്. അത് നമ്മൾ അധികരിപ്പിക്കണേ. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഔറാദുകൾ നമ്മൾ പതിവാക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ചൊല്ലിക്കോ. എന്തൊക്കെ ദിക്റുകളുണ്ട്, ഹദ്ദാദ് പതിവാക്കിക്കോ. എന്ത് നന്മകളാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത്, അത് മുടങ്ങാതെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണേ എന്നാൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വിജയമുണ്ടാകുമെന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഹിശാം ഇബ്നു നുഅൈർ റളിയല്ലാഹു തആല അൻഹു അതാവിടുന്ന് നമ്മോട് പറയുകയാണ്. മഹാനായ ഹിശാം റളിയല്ലാഹു തആല അൻഹു നമ്മോട് പറയുന്നുണ്ട്, തന്റെ പിതാവിൽ നിന്ന് പറയുന്നതായിട്ട് ഞാൻ കേൾക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് പറയുന്നതായിട്ട് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ടോ. അല്ലാഹ്
ഈ ദുനിയാവിൽ വെച്ചിട്ട് ഞാൻ അങ്ങ് തേഞ്ഞു മാഞ്ഞു പോയിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. അല്ലാ വദിത്തു അന്നീ കുന്തു നസിയം മൻസിയാ. ഈ ദുനിയാവിൽ ഞാൻ അങ്ങ് തേഞ്ഞു മാഞ്ഞു പോയിരുന്നെങ്കിൽ അല്ലാ, പടച്ചവനെ, മനുഷ്യരാകുമ്പോ ഒരുപാട് കാര്യങ്ങൾ ദുനിയാവിൽ ചെയ്തു തീർക്കാനുണ്ട്, അവനിക്ക് ചിന്തിക്കാനുണ്ട്, പ്രവർത്തിക്കാനുണ്ട്. എന്നാൽ ഈ ദുനിയാവിൽ ഞാനങ്ങ് തേഞ്ഞു മാഞ്ഞു പോയിരുന്നെങ്കിൽ എനിക്കത് ചെയ്യേണ്ടതില്ലല്ലോ. മഹാനായ അബ്ദുല്ല റളിയല്ലാഹു തആല അൻഹു അത് അവിടുന്ന് പറയുകയാണ്, വദിത്തു അന്നീ കുന്തു തയ്റൻ ഫീ മൻകിബി റീശ്. മഹാനവറുകൾ അവിടുന്ന് പറയുകയാണ്, അല്ലാ, ഞാൻ രണ്ട് ചുമലിലും ഇങ്ങനെ ചിറകുകളുള്ള, രണ്ട് ചുമലിലും ഇങ്ങനെ ചിറകുകളെ കൊണ്ടുള്ള ഒരു പക്ഷിയായിട്ട് ഞാൻ ഇങ്ങനെ പറക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ, എനിക്കതുപോലെയാകാനിരുന്നെങ്കിൽ, ഞാനൊരു പക്ഷിയായിരുന്നെങ്കിലെന്ന് മഹാനവറുകൾ അവിടെ നിന്ന് പറയുകയാണ്. മഹാനായ യാക്കൂബ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മരത്തിലിരിക്കുന്ന ഒരു പക്ഷിയെ കണ്ടപ്പോൾ അവിടെ നിന്ന് പറയുകയാണ്, ഈ പക്ഷിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അല്ലാ. എന്തുകൊണ്ടാണ് എന്റെ പ്രിയമുള്ളവരെ ഇങ്ങനെ പറയാനുള്ള കാരണം എന്നറിയോ? ജീവിതത്തിൽ മനുഷ്യർക്ക് അല്ലാഹു തആല ഒരുപാട് ഉടമ്പടികൾ അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. ഈ ദുനിയാവിലേക്ക് അല്ലാഹു തആല മനുഷ്യരെ പടച്ചത്, ജിന്നിനെ പടച്ചത് അല്ലാഹു തന്നെയാണ് പറഞ്ഞത് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന്. എന്നാൽ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും അറിയേണ്ടത് മനുഷ്യനാണല്ലോ. ഇവിടെ എല്ലാ കാര്യങ്ങളും അറിയേണ്ടത് മനുഷ്യനാണ്. അല്ലാഹു നിസ്കാരം നിർബന്ധമാക്കിയത് മനുഷ്യനാണ്, നോമ്പല്ല നിർബന്ധമാക്കിയത് മനുഷ്യനാണ്. സക്കാത്ത് കൊടുക്കാനും ഹജ്ജ് ചെയ്യാനും സദഖകൾ ചെയ്യാനും നന്മകൾ ചെയ്യാനും വേണ്ടിയിട്ട് ഇവിടെ അല്ലാഹു തആല കൽപ്പിച്ചിട്ടുള്ളത് മനുഷ്യനാണ്. നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ അവിടെ ഇവിടെ ഉത്തരവാദിത്വത്തോടു കൂടെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് മനുഷ്യനോടാണല്ലോ. പടച്ച റബ്ബേ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ നരകത്തെ പേടിച്ചുകൊണ്ട് അവിടുത്തെ ജീവിതത്തിലേക്ക് പടച്ച റബ്ബിന്റെ ഏറ്റവും കൂടുതൽ ശിക്ഷകൾ കടന്നു വരുമോ എന്ന് പേടിച്ചുകൊണ്ട് മഹത്തുക്കളായ ആളുകൾ പറഞ്ഞിരുന്ന വാക്കുകളാണ് എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ചർച്ച നടത്തിയത്. അല്ലാഹുവേ, ഞങ്ങളൊരു പക്ഷിയായിരുന്നെങ്കിൽ അല്ലാ, ഞങ്ങളിവിടെ തേഞ്ഞു മാഞ്ഞു പോയിരുന്നെങ്കിൽ അല്ലാ എന്നവിടുന്ന് സങ്കടത്തോട് കൂടെ മഹത്തുക്കൾ പറയുകയാണ്. ആരാ പറയുന്നത് എന്റെ പ്രിയമുള്ളവരെ? അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു, ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. അല്ലാഹുവേ, ദുനിയാവിൽ വെച്ചിട്ട് തന്നെ അല്ലാഹു സ്വർഗ്ഗമുണ്ടെന്ന് പറഞ്ഞവരാണല്ലോ. പേടിയാണോ ഉമ്മ, പേടിയാണോ? അല്ലാഹുവിന്റെ നരകമെന്ന് പറഞ്ഞാൽ അത്രത്തോളം ഭയാനകമാണല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ പരലോകമെന്ന് പറഞ്ഞാൽ അത്രത്തോളം ഭയാനകമാ. അല്ലാഹ് പടച്ച തമ്പുരാനെ, മഹ്ശറിലേക്ക് നാളെ നമ്മളെല്ലാവരും കടന്നു വരുന്നത്. ഈ ഭൂമി നശിക്കും, ഈ കാണുന്ന ദുനിയാവ് മുഴുവനും നശിക്കും. നമ്മളിവിടെ ഒരുമിച്ച് കൂട്ടിയ ഓരോ അത്ഭുതങ്ങളും നശിക്കുകയാണ്. നമ്മൾ വലിയ സംഭവത്തോടെ അത്ഭുതത്തോടെ കൊണ്ടു നടന്നിരുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടുകൊണ്ട് കണ്ടു നടന്നിരുന്നത് എല്ലാം ഇവിടെ നശിക്കുന്ന ഒരു കാലം നമുക്ക് വരാനുണ്ടല്ലോ. മോളെ, അതടുത്തായിട്ടുണ്ട്. ചെറുപ്പക്കാരാ, അതടുത്തായിട്ടുണ്ട്. അല്ലാഹുവിനെ പൊന്നുമോനെ, അറിയാതെ നടക്കല്ലടാ. എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന, എന്നെ പരിപാലിക്കുന്ന ഒരു പടച്ച റബ്ബിന്റെ മുമ്പിലൂടെ കടന്നു വരും ഒരു ദിവസം അല്ലാഹ് എന്നോട് പലതും ചോദിക്കുമല്ലോ എന്നുള്ളൊരു സമയം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമെന്നുള്ളൊരു ബോധം എനിക്കും നിങ്ങൾക്കും വേണേ. അല്ലാഹുവേ, പടച്ചവനെ, നീ ഞങ്ങൾക്ക് ബോധം നൽകണേ അല്ലാഹ്.
നാളെ പടച്ച തമ്പുരാന്റെ പരലോകത്തേക്ക് പല ആളുകളും പല രൂപത്തിൽ കടന്നു വരികയാണ്. പടച്ചവനെ കൈകാലുകൾ പ്രകാശിക്കുന്നവരുണ്ട്, പുഞ്ചിരിച്ചു വരുന്നവരുണ്ട്. അല്ലാഹുവേ പടച്ചറബ്ബേ കിരീടം തലക്കകത്ത് വെച്ചുകൊണ്ട് കടന്നു വരുന്നുണ്ട്. അല്ലാ പട്ടിന്റെ വസ്ത്രധാരികളായിട്ട് കടന്നു വരുന്നവരുണ്ട്. അല്ലാ കസ്തൂരിയുടെ സുഗന്ധം കൊണ്ട് അടിച്ചു വീശുന്നവരായിട്ട് കടന്നു വരുന്നവരുണ്ട്. എന്നാ ചില ആളുകൾ കുഷ്ഠരോഗികളെ പോലെയാണ് റബ്ബേ, പിൻദ്വാരത്തിലും മുൻദ്വാരത്തിലും കൊടികുത്തി വെച്ചവനെ പോലെയാണ് റബ്ബേ. ഉഹദ് മലയോളം പിൻദ്വാരങ്ങളുമായിട്ട് മുൻദ്വാരങ്ങളുമായിട്ട് കടന്നു വരുന്നവരുണ്ട്. അല്ലാ പല പല കോലങ്ങളിലായിക്കൊണ്ട് പല പല രൂപങ്ങളിലായിക്കൊണ്ട് പടച്ചവനെ അല്ലാഹുവിന്റെ മഅ്ശറയിലേക്ക് ജനങ്ങൾ കടന്നു വരികയാണോ റബ്ബേ. ഒരു നൂലുബന്ധം പോലും തന്റെ ശരീരത്തിൽ ഇല്ലാതെയാണ് അല്ലാഹ് കടന്നു വരുന്നത്. മോനെ നീ ഒന്ന് ചിന്തിക്കണം, ഈ ദുനിയാവിന്റെ പെരുക്കുകളിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് നല്ല വസ്ത്രം ധരിച്ചവനാ, ഒരുപാട് ആഡംബരത്തിന്റെ വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ചവനാണ്. നീ വാഹനത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് റബ്ബേ, അതിന്റെ മുമ്പിലേക്ക് ഒരു വാഹനം കടന്നു വന്നു, ഒരു ലോറി കടന്നു വന്നു, അല്ലെങ്കിൽ ഒരു അപകടം നിനക്ക് സംഭവിച്ചു, നീ അങ്ങ് മരണപ്പെട്ടോ നിന്റെ എത്രയോ വിലപിടിപ്പുള്ള കാറും നിന്റെ വസ്ത്രവും എല്ലാം അവിടെ അങ്ങ് ഉപേക്ഷിക്കുകയാണോ? പിന്നെയോ നീ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് നിന്നെ ഖബറിലേക്ക് എടുത്തു വെക്കുന്നത് 3 തുണ്ട് തുണിയാണ് പൊന്നുമോനെ. കഫൻ പുടയിലാണ് നിന്നെ എടുത്തു വെക്കുന്നത്. ആ കഫൻ പുടയായിട്ടാണ് ഞാൻ പോകുന്നത്, നീയും പോകുന്നത്, പണക്കാരന് പോകുന്നത്, പാവപ്പെട്ടവൻ പോകുന്നത്, ഇടനിലക്കാരൻ പോകുന്നത്. ഈ ഭൂമി ലോകത്തിലൂടെ വിറപ്പിച്ചുകൊണ്ട് കടന്നുപോയ എല്ലാവരും കടന്നു പോകുന്നത്. എന്നാ മഅ്ശറയിൽ നിന്നെ കൊണ്ടുവരുമ്പോ മോനെ ഒരു നൂൽബന്ധം പോലും നിന്റെ ശരീരത്തിലില്ലല്ലോ, ഒരു നൂല് പോലും നിന്റെ ശരീരത്തിലില്ലല്ലോ. അങ്ങനെയാണ് നീ നാളെ പടച്ച തമ്പുരാന്റെ മഅ്ശറയിലേക്ക് നീ വരുന്നത്, നിന്നെ കടത്തി കൊണ്ടുവരുന്നതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോഴല്ലേ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു പോയത്, നബിയേ ആ പരലോകത്ത് ഞങ്ങൾ ഇങ്ങനെ കടന്നു വരുമ്പോ ഞങ്ങളുടെ പരസ്പരം ഞങ്ങളുടെ ഔറത്ത് കാണില്ല നബിയേ, ഔറത്ത് കാണില്ലേ നബിയേ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആയിഷ വാപ്പ മക്കളെ അറിയാത്ത സമയമാണ് ആയിഷ, മക്കളെ ഉമ്മാനെയും ബാപ്പാനെയും തിരിച്ചറിയാത്ത സമയമാണ് ആയിഷ. ഈ ദുനിയാവിന്റെ പെരുക്കുമകളിൽ ഏറ്റവും സ്നേഹം കൊടുത്ത് നമ്മുടെ മണിയറക്കകത്തേക്ക് കടന്നു വന്ന, നമ്മുടെ കയ്യെ പിടിച്ചിട്ട് കടന്നു വന്ന നമ്മുടെ പെണ്ണുണ്ടല്ലോ റബ്ബേ, അവള് പോലും അറിയാത്തവരാ സമയമാണ് ആയിഷ. പരസ്പരം നോക്കേണ്ട സമയമല്ല, പരസ്പരം ഔറത്തിലേക്ക് നോക്കേണ്ട സമയമല്ല. സ്വന്തം കാര്യങ്ങൾ മനസ്സിനകത്ത് വിചാരിച്ചുകൊണ്ട് പടച്ചവനെ പേടിപ്പെട്ടുകൊണ്ട് ഹൃദയത്തിനകത്ത് വിഷമങ്ങൾ അനുഭവിച്ചുകൊണ്ട് എന്റെ നഫ്സ് എന്താണ് റബ്ബേ അവസ്ഥ, ഞാൻ നരകത്തിലാണോ അല്ലാ, ഞാൻ സ്വർഗത്തിലാണോ അല്ലാ എന്നാലോചിച്ചുകൊണ്ട് നെട്ടോട്ടം ഓടുന്ന സമയമാണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കാൻ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് അവിടുന്ന് പറഞ്ഞത് നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ ഒരുപാട് ഹിസാബിനെ നമ്മൾ പറയണല്ലോ. അതുകൊണ്ട് പടച്ചവനെ ഇവിടെ അങ്ങോട്ട് ഉരുകി തീർന്നെങ്കിലല്ല പടച്ച തമ്പുരാനെ, അല്ലെങ്കിൽ ഞാനൊരു പക്ഷിയായിരുന്നെങ്കിലല്ല എന്ന് അവിടുന്ന് പറയാം. അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നാളെ പരലോകത്ത് എല്ലാവരെയും കൊണ്ടുവരും. മനുഷ്യരുണ്ടാകും, മൃഗങ്ങളുണ്ടാകും, നമ്മുടെ വീട്ടിനകത്ത് കാണുന്ന ഇതിലൂടെ പാറി ഫളിച്ച് നടക്കുന്ന എല്ലാ മൃഗങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്തേക്ക് കൊണ്ടുവരും. എന്നിട്ടോ ഇത് കൃത്യമായ ശിക്ഷയും കാര്യങ്ങളും ഈ പറയപ്പെട്ട അദാബുകളൊക്കെ മനുഷ്യനുള്ളതാണ്.
അല്ലാഹു തആല മൃഗങ്ങളെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ആട് ദുനിയാവിൽ വെച്ചിട്ട് ഒരു കൊമ്പുള്ള ആട് ഒരു കൊമ്പില്ലാത്ത ആടിനെ കുത്തി എന്ന് വെച്ചോ. എന്നിട്ട് നാളെ പരലോകത്തേക്ക് അവർ കടന്നു വരുമ്പോ അല്ലാഹു തആല ഈ കൊമ്പുള്ള ആടിന്റെ കൊമ്പില്ലാത്ത ആടിന് അല്ലാഹു തആല കൊടുക്കും. എന്നിട്ട് പരസ്പരം ഒന്ന് കുത്തിപ്പിക്കും. അതോടുകൂടി അവിടെ കാര്യം തീർന്നു. അങ്ങനെ ഓരോ പക്ഷികൾക്കും മൃഗങ്ങൾക്കും അല്ലാഹുവിന്റെ മുമ്പിൽ പരാതി പറയാനുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ അവർ തമ്മിലുള്ള പരാതികൾ പറഞ്ഞു തീർക്കും. അവരവിടെ മണ്ണാക്കി മാറ്റും. അവരത് അങ്ങനെ തീർന്നു. എന്നാൽ എന്റേത് നിങ്ങളത് അങ്ങനല്ല മോനെ, എന്റേത് നിങ്ങളത് അങ്ങനല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പിടുത്തം പിടിക്കാൻ അവിടെ ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് അല്ലാഹു തആല പറഞ്ഞു, ഏ മനുഷ്യ, നിന്നെയും ജിന്നവർഗത്തെയും ദുനിയാവിലേക്ക് ഞാൻ പറഞ്ഞു വിട്ടത് എനിക്ക് ഇബാദത്ത് ചെയ്യാനാ. നീ നിനക്ക് ഇഷ്ടമുള്ളത് പോലെ നടക്കണ്ട എന്ന് അല്ലാഹു തആല നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിന് എതിര് ചെയ്യുമ്പോ അല്ലാഹ് വെറുതെ വിടുന്നു തോന്നുന്നുണ്ടോ? അല്ലാഹു തആല നമ്മെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല എന്റെ പ്രിയമുള്ളവരെ, പടച്ച റബ്ബ് നമ്മളെ പിടിക്കും. ആ പിടുത്തം പിടിച്ചാൽ അത് വിടണമെങ്കിൽ വല്ലാത്ത പണിയാണ്. അതുകൊണ്ട് നന്മകൾ ചെയ്യുക, അല്ലാഹുവിനോട് ദുആ ചെയ്യുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ വിഷമങ്ങളെല്ലാം റബ്ബിന്റെ മുമ്പിൽ നമ്മൾ പൊട്ടിക്കരഞ്ഞിട്ട് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നന്മകൾ നൽകുമെന്ന് 100% ഉറപ്പാണ്. അല്ലേ? നമ്മൾ പറഞ്ഞു എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ പാപങ്ങൾ പൊറുക്കാനും ജീവിതത്തിനകത്തുള്ള എല്ലാ പ്രയാസങ്ങളും അവിടുന്ന് മാറിക്കിട്ടാനും നമ്മൾ ചെയ്യേണ്ട കാര്യം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുന്നുണ്ട്, സഹാബാ, ജീവിതത്തിൽ നിങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുള്ളത് കണ്ടുകൂട്ടിയിട്ടുള്ളതായിട്ടുള്ള ഒരുപാട് പാപത്തിന്റെ കരകളുണ്ടല്ലോ. ആ പാപങ്ങളെല്ലാം പൊറുക്കാനുള്ളൊരു വഴി ഞാൻ പറഞ്ഞു തരാം സഹാബാ. എന്നിട്ടതാ അവിടുന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടാമത്തെ കാര്യം പറയുകയാണ്, നിങ്ങൾക്ക് ഒരുപാട് സ്ഥാനമാനങ്ങൾ വേണോ? സമൂഹത്തിനിടയിൽ ഒരുപാട് സ്ഥാനമാനങ്ങൾ നിങ്ങൾക്ക് വേണോ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കാനും ഒരുപാട് സ്ഥാനമാനങ്ങളുള്ളവരാകാനും ഞാൻ നിങ്ങൾക്ക് ഒരു അമല് പറഞ്ഞു തരാം. ഇസ്ബാഹുൽ വുളൂ, നിങ്ങളെ പതിവാക്കണേ. അത് കൃത്യമായിട്ട് വ്യക്തമായിട്ട് പരിപൂർണമായി കൊണ്ട് നിങ്ങൾ വുളൂ ചെയ്യണേ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ദുനിയാവിൽ നമ്മൾ വുളൂ ചെയ്യുമ്പോ, നമസ്കരിക്കാൻ വേണ്ടി നമ്മൾ വുളൂ ചെയ്യുമ്പോ എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ അതിൽ കൃത്യമായിട്ട് നമ്മളത് നിർവഹിക്കണേ. നമ്മൾ അശ്രദ്ധ കാണിക്കരുത്, പ്രയാസങ്ങൾ കടത്തിവിടരുത്. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ള ചിന്തകളുമായിട്ട് വുളൂയിലേക്ക് നമ്മൾ കടന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മോനെ, നിനക്ക് ഒരുപാട് പരാജയമാണ് അതുകൊണ്ട് വരുന്നത്. വുളൂ എന്ന കടമ്പയൊക്കെ വീടും, പക്ഷെ അതിൽ കിട്ടുന്ന ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. അല്ലാഹു നിനക്ക് നൽകുന്ന ഒരുപാട് മഹത്വങ്ങളുണ്ട്. അത് നിനക്ക് പൂർത്തിയാക്കാൻ നിനക്ക് കഴിയില്ലെന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്. അല്ലാഹു വുളൂ ചെയ്തുകൊണ്ട് അവിടുന്ന് പടച്ചവനെ 2 റക്അത്ത് നമസ്കരിക്കുമ്പോ റസൂലുള്ള പറയുകയാണ്, നിന്റെ പാപങ്ങളെ പടച്ച തമ്പുരാൻ പൊറുക്കുകയാണ്. നമ്മൾ കണ്ടതും നമ്മൾ കേട്ടതും ചിന്തിച്ചതും പറഞ്ഞതുമായ ഒരുപാട് തെറ്റുകളുണ്ട് ഇതെല്ലാം അല്ലാഹു നമുക്ക് പുറത്തു തരികയാണ്. മാത്രമല്ലടാ, വയർഫഉ ബിഹി ദറജാത്ത്,
ആ പടച്ച തമ്പുരാനുണ്ടല്ലോ, അള്ളയുണ്ടല്ലോ, നിന്റെ ദറജ അവിടുന്ന് ഉയർത്തി കളയുകയാണ്. ഒരുപാട് നന്മകൾ നിനക്ക് നൽകുകയാണ്, നിനക്ക് സ്ഥാനമാനങ്ങൾ നൽകുകയാണ് എന്ന് അള്ളാന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ, എന്റെ ഉമ്മ നമസ്കാരത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി വുദൂ ചെയ്യുമ്പോ എത്രയോ പെട്ടെന്നാണ് നമ്മളൊക്കെ വുദൂ ചെയ്യുന്നത്. അല്ലാഹുവേ, കൈകാലുകൾ വേണ്ടതുപോലെ കഴുകുന്നുണ്ടോ, കഴുകേണ്ട അവയവങ്ങൾ വേണ്ടതുപോലെ കഴുകുന്നുണ്ടോ എന്ന് നമ്മൾ കൃത്യമായി നോക്കുന്നത് പോലുമില്ലല്ലോ. അല്ലാഹുവേ, അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രവർത്തിക്കുകയാണ്. വുദൂ ചെയ്തോ എന്ന് ചോദിച്ചാ ചെയ്തു എന്ന് പറയാൻ, നമസ്കരിച്ചോ എന്ന് ചോദിച്ചാ നമസ്കരിച്ചു എന്ന് പറയാൻ, അതിന് വേണ്ടി മാത്രം നമ്മൾ പ്രവർത്തിക്കുന്നത് പോലെയാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും ഉള്ളത്. അതുകൊണ്ട് നമുക്ക് നഷ്ടമേ കടന്നു വരികയുള്ളൂ. ഓനെ ഇതുകൊണ്ട് ഒരുപാട് ഹൈർ നമുക്ക് ലഭിക്കാനുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് നന്മകൾ നമുക്ക് കിട്ടാനുണ്ട്. അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുമല്ലോ, നമ്മുടെ അവസരങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമല്ലോ. അതൊക്കെയല്ലേ നമ്മുടെ ജീവിതത്തിൽ വലിയ മുതൽക്കൂട്ടായി കൊണ്ട് കടന്നു വരേണ്ടത്. നാളെ പടച്ചുറപ്പിന്റെ പരലോകത്ത് കൈകാലുകളും മുഖവും പ്രകാശിച്ചുകൊണ്ട് നിൽക്കുന്ന വിഭാഗത്തെ കുറിച്ചിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചല്ലോ. നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിലേക്ക് നമ്മൾ ഇങ്ങനെ കടന്നു വരുമ്പോ അവിടെ നിനക്ക് സ്വർഗം ഉറപ്പായെന്ന് എല്ലാവരും പറയണമെങ്കിലോ, നിനക്ക് അവിടെ നന്മ ലഭിക്കണമെങ്കിലോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന വുദൂ ചെയ്യുന്ന സമയത്ത് നീ ഒന്ന് നിന്റെ കൈകാലുകളെ കയറ്റി കഴുകുക, ആത്മാർത്ഥമായിട്ട് നീ വുദൂ ചെയ്യുക. നാളെ പരലോകത്ത് നിന്റെ കൈകാലുകൾ ഇങ്ങനെ പ്രകാശിക്കുന്നതാണെന്ന് മുത്തുനബിയാണ് ഉമ്മ നമ്മെ പഠിപ്പിച്ചത്. മുത്തുനബിയാണ് ഉമ്മ നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ടത് വെറുതെയാകുമോ, അത് കളവാകുമോ? ഒരിക്കലുമില്ലല്ലോ, ഒരിക്കലുമില്ലല്ലോ. റസൂലുള്ള പറഞ്ഞതെല്ലാം ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ നടക്കുന്നുണ്ടല്ലോ. നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണ്, റസൂലിൽ വിശ്വസിക്കുന്നവരാണ്, പടച്ചറബിന്റെ ഖുർആനിൽ വിശ്വസിക്കുന്നവരാണ്. ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ കാണുകയാണ്. റബ്ബേ, ഈ ദുനിയാവിൽ ഒരുപാട് ആഡംബരങ്ങളിലൂടെ സുഖ സൗകര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മ പടച്ചൊരു റബ്ബുണ്ട്. ആ പടച്ചുറബിന്റെ മുമ്പിലേക്ക് നമ്മൾ എങ്ങനെയൊക്കെ എത്താൻ കഴിയുമോ ആ വഴികളെല്ലാം നമ്മൾ, എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ വെക്കണം, നമ്മുടെ പ്രവർത്തനത്തിൽ ഉണ്ടാകണം, നമ്മുടെ ചിന്തകളിൽ കടന്നു വരണമല്ലോ. നമ്മെ പടച്ചത് അള്ളയാണ്. ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് ഏത് സമയത്തും നഷ്ടപ്പെടുമല്ലോ, ഏത് സമയത്തും തീർന്നു പോകുമല്ലോ. ഇവിടുത്തെ സുഖങ്ങള്, ഇവിടുത്തെ സൗകര്യങ്ങള് ഒരിക്കലും തന്നെ എന്നും തന്നെ നമുക്ക് നിലനിൽക്കുന്നതല്ലോ. ഏത് സമയത്താണ് പടച്ചവനെ നമ്മൾ മരിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. ഈ ജീവിതമല്ല നമുക്ക് സുഖമുള്ളത്, ഈ ജീവിതമല്ല നമുക്ക് എന്നെന്നും നിലനിൽക്കുന്നത്. വരാനിരിക്കുന്ന പടച്ചുറപ്പിന്റെ മുമ്പിലേക്ക് കടന്നു ചെന്നിട്ടുള്ള ഒരു വലിയ ജീവിതം നമുക്കുണ്ട് മോനെ. ആ ജീവിതമാണ് എന്റെ പ്രിയമുള്ളവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വാഗ്ദാനം നൽകിയ സ്വർഗമുണ്ടല്ലോ, അത് ആ ലോകത്താണുള്ളത്. ഈ ദുനിയാവിൽ നിങ്ങൾ നന്മ ചെയ്യ, ഈ ദുനിയാവിലെ പാപങ്ങളെല്ലാം വെടിഞ്ഞുകൊണ്ടുപോലെ, എന്നാൽ നാളെ പടച്ച റബ്ബിന്റെ മുമ്പിലുണ്ടല്ലോ നിനക്ക് അല്ലാഹു തആല സ്വർഗ്ഗം തരുമെന്ന് അല്ലാഹു നമ്മോട് പറയുകയാണ്, റസൂലുള്ള നമ്മോട് പറയുകയാണ്. പടച്ചവനെ അല്ലാഹുവേ, ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിച്ച മഹാന്മാരുടെ ചരിത്രം എന്നെടുത്തു നോക്ക്, അവിടെ ജീവിതമെന്ന് എടുത്തു നോക്ക്. അല്ലാഹ് സ്വർഗ്ഗമെന്ന് ഉറപ്പാണ്, അവർക്കൊക്കെ സ്വർഗ്ഗമെന്ന് ഉറപ്പായിരുന്നല്ലോ. എന്നിട്ട് പോലും പടച്ചവനെ സ്വർഗ്ഗം കിട്ടില്ല എന്ന് പേടിയായിരുന്നു, സ്വർഗ്ഗത്തിന് വേണ്ടി കരയുകയായിരുന്നു. അവർ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന് വേണ്ടി കണ്ണീരൊലിപ്പിച്ചവരാ.
പടച്ചവനെ ഞങ്ങൾക്കൊന്നും അതിന് കഴിഞ്ഞിട്ടില്ല അല്ലാ. ഈ ദുനിയാവിൽ നിന്നെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു സാഹചര്യം തരല്ലേ അല്ലാ. എന്റെ പൊന്നുമോനെ, നമ്മുടെ ഈമാൻ ഇവിടെ നമ്മൾ നഷ്ടപ്പെടുത്തല്ലേ. ഈ ദുനിയാവിൽ നിന്ന് നശിക്കുന്നതാണല്ലോ. ഇവിടുത്തെ പണവും ഇവിടുത്തെ സമ്പത്തും ഇവിടുത്തെ സൗകര്യങ്ങളും ഉണ്ടല്ലോ, നമുക്കൊരിക്കലും തന്നെ നമുക്ക് തിരിച്ചു കിട്ടുന്നതല്ലോ. ഇന്ന് കഴിഞ്ഞാൽ ഇന്ന് കഴിഞ്ഞു, നാളുകൾ നമ്മളിലേക്ക് കടന്നു വരുമോ എന്ന് പറയാൻ നമുക്കറിയില്ല. കഴിഞ്ഞുപോയ കാലങ്ങൾ ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല. ഇന്നുകൾ നമുക്ക് സ്വന്തമാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മ. അതുകൊണ്ട് ഇന്നുകളെ ഉപയോഗപ്പെടുത്തിക്കോ, ഇന്നുകളെ ഉപയോഗപ്പെടുത്തിക്കോ. എന്നിട്ട് അവിടുന്ന് പടച്ചുറപ്പിന്റെ സ്വർഗം നമുക്ക് മേടിക്കാൻ കഴിയണം. ആ പടച്ചുറപ്പിന്റെ സ്വർഗത്തിൽ കടക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം എന്റെ പ്രിയമുള്ളവര്. അല്ലാഹുവേ, അതിന് നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ആരും കൊതിച്ചു പോകുന്ന സ്വർഗമാണ് ഉമ്മ, ആരും കൊതിച്ചു പോകുന്ന സ്വർഗമാണ് നാളെ പടച്ചുറപ്പ് നമുക്ക് കാത്തുവെച്ചിട്ടുള്ളത്. അതാണ് ഏറ്റവും വലിയ സുന്ദരമെന്ന് പറയുന്നത്. അതിലുണ്ട് മുന്തിരി തോട്ടവും മാനും രസമുള്ളതാ, കദളിപ്പഴം തിന്നാനും താരാട്ടു പാടാൻ തോഴിമാർ പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പയും അതിനോട്. അതിലേക്കു നീ ഒരു പാസ്താമന്നാനേ, അത് നിന്റെ മക്കൾ മാത്രമാകന്നാനേ. അതിലേക്കുള്ള പാസ് ആരുടെ കയ്യിലാണ് ഉമ്മ? അത് പടച്ച റബ്ബിന്റെ അടുത്താണ്. ആ പടച്ച റബ്ബിനോട് കരഞ്ഞുകൊണ്ട് നമ്മൾ ചോദിച്ചാൽ ആ പടച്ച റബ്ബ് സ്വർഗത്തിലേക്ക് നമ്മൾ ആക്കി തരുമല്ലോ, ഒരു സംശയം വേണ്ട. പടച്ചവനെ, ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ കടന്നുപോയിട്ട് നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുത്തിയിട്ട് സ്വർഗമെന്ന് പറയുന്ന അനുഗ്രഹങ്ങളെ കൊണ്ട് നിറക്കപ്പെട്ട ലോകമുണ്ടല്ലോ. പടച്ചവനെ, അത് നഷ്ടപ്പെടുത്തി കളയല്ലേ ചെറുപ്പക്കാരാ. അല്ലാഹുവേ, ഉമ്മ ക്രിസ്മസ് നമ്മളിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവേ, ക്രിസ്ത്യൻ സഹോദരങ്ങളുടെ ആഘോഷങ്ങൾ കടന്നു വരികയാണ്. ആഘോഷങ്ങൾ നമ്മുടെ ഹൃദയത്തോട്ട് നമ്മൾ ചേർത്ത് വെക്കേണ്ടതില്ല. നമുക്ക് അല്ലാഹു തആല ആഘോഷങ്ങൾ തന്നിട്ടുള്ളത് രണ്ട് ആഘോഷങ്ങളുണ്ട്. അന്ന് ബലി പെരുന്നാളാണ്, ഒന്ന് ചെറിയ പെരുന്നാളാണ്. അല്ലാഹുവേ, പടച്ച റബ്ബേ, അതാണ് ഉമ്മ നമ്മുടെ ആഘോഷം എന്ന് പറയുന്നത്. മറ്റുള്ള മതസ്ഥരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനല്ല പടച്ച റബ്ബ് നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. ഓരോ മതങ്ങൾക്കും ഓരോ മതത്തിൻ്റെതായ ചട്ടക്കൂടുകളുണ്ട്. അതിന്റെ ഉള്ളറയിൽ നിൽക്കാൻ എന്റെ പ്രിയമുള്ളവരെ നമ്മളെ കൊണ്ട് സാധിക്കണം കേട്ടോ. അല്ലാ, ഞാനിത് പറയുമ്പോ പല ആളുകളും പല കമന്റുകളും പറയാം, പല ചിന്തകളും നിങ്ങൾക്ക് കടന്നു വരാം. ഇത് മതസൗഹാർദ്ദത്തിന്റെ രാജ്യമല്ലേ, ഇത് മതസൗഹാർദ്ദത്തിന്റെ രാജ്യമല്ലേ, ഇത് നമ്മളെ സ്നേഹത്തോടെ കഴിയേണ്ട രാജ്യമല്ലേ എന്നൊക്കെ നിങ്ങളുടെ മനസ്സിനകത്ത് കടന്നു വരുമെങ്കിലോ ഉമ്മ, നമുക്കൊരു ദീനുണ്ട്, നമുക്കൊരു മതിൽക്കെട്ടുണ്ട്, നമുക്കൊരു ചട്ടക്കൂടുണ്ട്. അതിന്റെ ഉള്ളിലാകണം നമ്മൾ നിൽക്കേണ്ടത്. നിങ്ങളുടെ അയൽവാസിയായ ഹൈന്ദവ സഹോദരൻ ഓണത്തിന് നിങ്ങളെ വിളിച്ചു. അല്ലാഹുവേ, സന്തോഷത്തോടെ അവരെ സന്തോഷത്തിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചു നീ പോന്നോ. ക്രിസ്മസിന് നിന്നെ വിളിച്ചു, നിനക്ക് ഹലാലായ ഭക്ഷണം നീയാണല്ലോ, അത് കഴിച്ചുകൊണ്ട് നീ കടന്നു പോന്നോ. എന്നാൽ അതിന്റെ കരോള് കൂടെ ചാടി കളിച്ചിട്ട് മദ്യപിച്ചിട്ട് നടക്കുന്നവരുണ്ടല്ലോ. ഓണമാകുന്ന പട്ട് സാരി എടുത്തിട്ട് സെറ്റ് സാരി എടുത്ത് സെറ്റ് മുണ്ടെടുത്തിട്ട് പടച്ച റബ്ബേ പൊട്ടുവരെ ധരിപ്പിച്ച് നെറ്റിയിൽ ചാർത്തിക്കൊണ്ട് അല്ലാ
എത്രയോ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമാണ് പടച്ചറബേ ഇന്ന് കൂത്താടുന്നത്. അവരിങ്ങനെ ചാടികൊണ്ട് നടക്കുന്നത്. ഒന്ന് മനസ്സിലാക്കണം മോനെ, ഒന്ന് മനസ്സിലാക്കണം മോനെ. ദുനിയാവിൽ അല്ലാഹ് പഠിപ്പിക്കാത്ത എന്തെങ്കിലും നടക്കുന്നുണ്ടടാ, റസൂലുള്ള പറയാത്ത എന്തെങ്കിലും ഇവിടെ നടക്കുന്നുണ്ടോ? എനിക്ക് ചിന്തിക്കുന്നവനക്ക് വിഷാദമുണ്ടെന്ന് അള്ളാന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. നീ അള്ളാനെ മറക്കല്ലടാ. നീ ഒന്ന് ചിന്തിച്ചു നോക്ക് പൊന്നുമോനെ. നമ്മുടെയൊക്കെ പള്ളിയില്, നമ്മുടെയൊക്കെ മദ്രസകളില് ഒരു വഅലിന്റെ മജ്ലിസ് ഉണ്ടെങ്കില്, ഒരു ഖുർആൻ ക്ലാസ് ഉണ്ടെങ്കില്, അല്ലാഹ് നീയൊക്കെ ആരൊക്കെയാണ് പൊന്നുമോനെ അവിടെ പോയിരിക്കുന്നത്? ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനെ നമ്മൾ അവിടെ കാണുന്നുണ്ടോ? ഇല്ല ഇല്ല. എന്നാൽ ഹൈന്ദവരുടെ ദേവാലയത്തിലേക്കൊന്ന് കടന്നു നോക്കടാ. അവിടെ അമ്പലങ്ങളിൽ ഒരു പരിപാടി ഉണ്ടെങ്കിൽ, ക്രൈസ്തവരുടെ അമ്പലങ്ങളിൽ ഒരു പരിപാടി ഉണ്ടെങ്കിൽ, പഠിച്ചവനെ കുരിശണിഞ്ഞ ചെറുപ്പക്കാര്, അല്ലാഹുവേ അമ്പലത്തിൽ ഒരു പരിപാടി ഉണ്ടെങ്കിൽ നെറ്റിയിൽ പഠിച്ചറബേ പൊട്ടുകൊണ്ടുള്ള ഒരുപാട് ചെറുപ്പക്കാരായ മക്കള് അവിടെ വന്നിട്ട് ഭക്തിയോടുകൂടെ കുളിച്ചൊരുങ്ങിയിട്ട് കടന്നു വരുന്നത് നമ്മൾ കാണാറുണ്ടല്ലോ. എന്നാൽ നമ്മുടെ പള്ളിക്കകത്തെന്തേ മോനെ നിനക്ക് വരാൻ കഴിയാതിരിക്കുന്നത്? എന്തിനാ നമ്മുടെ മദ്രസനകത്തേക്ക് നിനക്ക് വരാതിരിക്കാൻ കഴിയുന്നത്? പടച്ചറബേ ഓണത്തിനൊരു പരിപാടി വെക്കുമ്പോ അതിന്റെ മുമ്പിലേക്ക് കടന്നു വന്നുകൊണ്ട് കൊടി പിടിക്കുന്നവൻ, വടംവലിക്ക് മുമ്പിൽ നിൽക്കുന്നവൻ, അതിന് പണം പിരിക്കുന്നവൻ, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നവൻ മുസ്ലിം ചെറുപ്പക്കാരനാണ്, മുസ്ലിം കാമധാരിയാണ്. എന്നാൽ എന്തടാ നിന്റെ നാട്ടിലൊരു നന്മ നടക്കുമ്പോ, ഒരു പള്ളി ഉദ്ഘാടനം നടക്കുമ്പോ എന്തേ നിന്റെ മുമ്പിലകത്ത് നിന്നെ കാണാതിരിക്കുന്നത്? എന്തേ നിന്റെ മുമ്പിലകത്ത് നിന്നെ കാണാതിരിക്കുന്നത്? പഠിച്ചറബേ പരിശുദ്ധമായ പെരുന്നാളും നന്മകളും റമദാനുമെല്ലാം കടന്നു വരുമ്പോ അതിന്റെ സ്റ്റാറ്റസുകൾ ആരുടെ ജീവിതത്തിലും കാണുന്നില്ല. പഠിച്ചവനെ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ അല്ലാഹുവേ പടച്ച തമ്പുരാനെ എല്ലാവരുടെ ജീവിതത്തിലും പടച്ചറബേ റസൂലുള്ളാഹിനെ സ്നേഹിക്കണല്ലോ മോനെ. റസൂലുള്ളാഹിനോട് സ്നേഹമില്ലാതെ ഈ ദുനിയാവിൽ നമുക്ക് എന്ത് ലഭിക്കാനാണടാ? ഈ ദുനിയാവിന്റെ തുലക്ക് മുകളിൽ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നമുക്ക് ഏറ്റവും വലുതെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്കും നിങ്ങൾക്ക് വേണമല്ലോ. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ജന്മദിനം കടന്നു വരുമ്പോ അതിനെ എതിർക്കുന്നവരാണ് നമ്മളിൽ പലരും. അതിനെ എതിർക്കുന്നവരാണ് നമ്മളിൽ പലരും. ഒരാളുടെ സ്റ്റാറ്റസിൽ പോലും എന്റെ ഹബീബിന്റെ സ്നേഹബന്ധങ്ങൾ കണ്ടിട്ടില്ല. പഠിച്ചറബേ എന്നിട്ടും മറ്റു പരിപാടികള്, നാട്ടില് ഗാനമേള നടക്കുമ്പോ, മറ്റു പരിപാടികൾ നടക്കുമ്പോ അതിന്റെ സ്റ്റാറ്റസുകൾ, അതിന് മുമ്പിൽ നിന്ന് ചാടാനും പാടാനും പഠിച്ചറബേ നമ്മളെ മുമ്പിലാണ്. അല്ലാഹനെ മറന്നിട്ട് ആടല്ല പൊന്നുമോള്, അല്ലാഹനെ മറന്നിട്ട് ചാടല്ല പൊന്നുമോനെ. ഒരു സമയം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരാനുണ്ട്. അത് ഏതാണ് ആ സമയമെന്നറിയോ? മരണമാണ് മോനെ, മരണമാണ്, മരണമാണ് പൊന്നുമോനെ, മരണമാണ്. ആ മരണം നമ്മുടെ മുമ്പിലേക്ക് എങ്ങാനും കടന്നു വന്നു കഴിഞ്ഞാൽ, ആ മരണം എങ്ങാനും നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നാൽ പഠിച്ചവനെ ഈ ദുനിയാവിന്റെ ആഡംബരങ്ങളും ദുനിയാവിന്റെ സുഖസൗകര്യങ്ങളുമെല്ലാം അവിടെ തീർന്നല്ലോ. നമുക്ക് മതസൗഹാർദ്ദമല്ല വേണ്ടത്, മനുഷ്യ സൗഹാർദ്ദമാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ മതത്തിന്റെ ഉള്ളറയിൽ നിന്നുകൊണ്ട് നമ്മൾ മറ്റുള്ള മതസ്ഥരെ സ്നേഹിക്കാൻ നമ്മൾ പഠിക്കണമല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിച്ച കാര്യം എന്താണ്? മറ്റുള്ള മതസ്ഥരെ നിങ്ങൾ കുറ്റപ്പെടുത്തരുത്, അവിടെ ആരാധനാലയങ്ങൾ നിങ്ങൾ കുറ്റം പറയരുത്. ആരാധനാലയത്തിന്റെ മുറ്റത്ത് നിന്ന് ഒരു പിടി മണ്ണ് വാരിയെടുക്കുന്നത് പോലും അല്ലാഹുവിന്റെ ഹബീബിന്
ഇഷ്ടമല്ല, അത് പടച്ചു തമ്പുരാന് ഇഷ്ടമല്ലെന്ന് എന്റെ പ്രിയമുള്ളവരെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയണേ. അതാണ് അള്ളാന്റെ പരിശുദ്ധമായ ഇസ്ലാം നമ്മോട് പഠിപ്പിച്ചിട്ടുള്ളത്. നിന്റെ അയൽവാസി എങ്ങാനും പട്ടിണി കിടക്കുന്ന സമയത്ത് നീ വയറ് നിറക്കുന്നവനാണോ, നീ വയറ് നിറച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നവനാണോ, നീ എന്നിൽ പെട്ടവനല്ലെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ മുസ്ലിം എന്നല്ല അള്ളാന്റെ ഹബീബ് പറഞ്ഞിട്ടുള്ളത്, അവിടെ ഹൈന്ദവൻ എന്നല്ല അള്ളാന്റെ ഹബീബ് പറഞ്ഞിട്ടുള്ളത്, നിന്റെ അയൽവാസി എന്നാ പറഞ്ഞിട്ട്. അതാ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്ത് പല മതസ്ഥരും ജീവിക്കുന്നവരാണ്. അത് ഏത് മതസ്ഥനായിക്കോട്ടെ, അത് ഏത് മതസ്ഥനായിക്കോട്ടെ എന്റെ പ്രിയമുള്ളവരെ, അതിന്റെ എത്രയോ തെളിവുകൾ നമുക്ക് പറയാനുണ്ടല്ലോ. എത്രയോ മുസ്ലിം ചെറുപ്പക്കാരാണ് പടച്ചുറപ്പേ മതം നോക്കാതെ ജാതി നോക്കാതെ മറ്റുള്ളവരുടെ മുമ്പിൽ പോയിട്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തിട്ട് കൊടുക്കുന്നത്. ഇവിടെ ആരാ മതം നോക്കുന്നത്, ഇവിടെ ആരാ ജാതി നോക്കുന്നത് സഹായത്തിന്റെ മുമ്പില്? എന്നാ മതത്തിന്റെ ഉള്ളറയിൽ നിൽക്കണം മോനെ. നമ്മൾ സഹായിക്കേണ്ടതും സ്നേഹിക്കേണ്ടതും കൂട്ടുകൂടേണ്ടതും എങ്ങനെയെന്നറിയോ? നമ്മുടെ മതത്തെ നമ്മൾ പണയം വെച്ചിട്ടല്ലടാ, നമ്മുടെ ദീനിനെ നമ്മൾ കളിയാക്കിയിട്ടല്ല മോനെ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ, മതത്തിന്റെ സൗഹാർദ്ദം എന്ന് പറഞ്ഞാലും അതാണ്. അത് മനസ്സിലാക്കണം മോനെ, അത് മനസ്സിലാക്കണം പൊന്നുമോനെ. അല്ലാഹുവേ പടച്ചറബ്ബേ, ഞങ്ങളെ ഈമാൻ നഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ, കാര്യങ്ങൾ അല്ലാഹ് ഞങ്ങളുടെ ഭാഗത്ത് നീ തരല്ലേ തമ്പുരാനെ. ക്രിസ്മസ് വരികയാണ്, ഓണം വരികയാണ്. വന്നു കഴിഞ്ഞാൽ എന്റെ പ്രിയമുള്ളവരെ, ക്രിസ്മസ് നമ്മളിലേക്ക് വരികയാണ്. നമ്മുടെ ഹൈന്ദവ സഹോദരൻ അവർ കേക്ക് തന്നു, കഴിച്ചോ, കുഴപ്പമില്ല. എന്താ പ്രശ്നം? ഭക്ഷണം തന്നു, കഴിച്ചോ, പ്രശ്നമില്ല. എന്താ കുഴപ്പം? സ്നേഹത്തോടു കൂടെ നല്ല ഭക്ഷണം അവർക്ക് നമുക്ക് തരികയാണ്. നമ്മൾ വേണ്ടെന്ന് പറയാൻ പാടില്ല. പക്ഷേ നമ്മൾ പറയേണ്ടത്, നമ്മൾ വേണ്ട എന്ന് നമ്മുടെ മനസ്സുകൊണ്ട് പറയേണ്ടത്, നമ്മൾ അതിലേക്ക് അങ്ങ് പങ്കുചേർന്ന് നമ്മളും അതുപോലെ ആയി മാറാൻ പാടില്ല. അല്ലേ? നമ്മൾ അതുപോലെ ആയി മാറില്ലല്ലോ. നമ്മുടെ പെരുന്നാളും കാര്യങ്ങളും വരുമ്പോ അവരെ നമ്മൾ വിളിക്കലുണ്ട്, നല്ല ഭക്ഷണം കൊടുക്കലുണ്ട്, അല്ലേ? അതൊക്കെ നമ്മൾ ചെയ്യലുണ്ട്. അതുപോലെ അവരും വിളിക്കും, നമ്മൾ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ, കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ എന്റെ പ്രിയമുള്ളവരെ, അതുപോലെ നമ്മൾ അങ്ങോട്ട് ആയി മാറലല്ല, അതുപോലെ നമ്മൾ ആയി മാറലല്ല എന്ന് പറയുന്ന ഈ ഒരു കാര്യം എന്ന് പറയുന്നത്, നല്ല ഭക്തിയോടുകൂടെ അവരവരുടെ അമ്പലത്തിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. നല്ല സുന്ദരമായ കാര്യങ്ങൾ ചെയ്തിട്ട് അവർക്ക് പോകാൻ നമുക്ക് കാണാൻ കഴിയും. ഇന്ന് പല നാടുകളിലും കാണുന്ന അവസ്ഥ അതാണ്. എല്ലാ ചെറുപ്പക്കാരും പടച്ചറബ്ബേ പരിശുദ്ധമായ ദീനിന്റെ കാര്യങ്ങൾക്ക് ബേക്കോട്ടാണ്, ദീനിന്റെ കാര്യങ്ങൾക്ക് ബേക്കോട്ടാണ്. എന്നാൽ ഇതുപോലുള്ള പരിപാടികൾ, ഇതുപോലുള്ള പ്രോഗ്രാമുകളൊക്കെ വരുമ്പോ അതിന്റെ മുമ്പിലൂടെ നടന്നു പോകുന്നു നമ്മുടെ മുസ്ലിം ചെറുപ്പക്കാർ. കണ്ടിട്ടുണ്ടോ നിങ്ങൾ ശബരിമലയിലേക്ക് പോകുന്ന ഒരുപാട് അയ്യപ്പ സ്വാമിമാരെ നമ്മൾ കാണും. തലയിൽ ഒരു പാണ്ഡം വെച്ചിട്ട് സ്വാമി അയ്യപ്പ എന്ന് പറഞ്ഞുകൊണ്ട് അവർ സന്തോഷത്തോടെ കടന്നു പോകും. അല്ലെ? കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കാലിൽ ചെരുപ്പിടാതെ, അതിൽ പണക്കാരുണ്ടാകും, പാവപ്പെട്ടവരുണ്ടാകും, എല്ലാവരും ഒരുപോലെയായി അവരിങ്ങനെ അവരുടെ സ്വാമിയെ വിളിച്ചുകൊണ്ട് ഭക്തിയോടുകൂടെ പോകുന്ന കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇന്ന് നമ്മളൊക്കെ ഉംറക്ക് പോയാൽ 4-5 ഫോട്ടോകളും, ഹജ്ജിന് പോയാൽ എത്ര ഫോട്ടോകളാണ് പടച്ചിറപ്പേ നമ്മൾ സ്റ്റോറികളിലായിട്ടും ഇൻസ്റ്റഗ്രാമുകളിലായിട്ടും മറ്റുമൊക്കെ ഇങ്ങനെ നിറയാണ്. എന്നാൽ ഏതെങ്കിലും ഒരു ഹൈന്ദവ സഹോദരൻ ആ സഹോദരന്റെ അമ്പലത്തിന്റെ നടയിൽ പോയിട്ട് അവിടെ സെൽഫിയും പാട്ടെടുക്കുന്ന ആ ഒരു സമയത്ത് വളരെ ചുരുക്കം ആളുകളാണ്. നമ്മൾ പോയാൽ അപ്പൊ ഫോട്ടോ കാണും. അല്ലേ? അല്ലാഹു തആല മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അവരവരുടെ അമ്പലത്തിലേക്കും അവരുടെ പള്ളികളിലേക്കും ഭക്തിയോടെ പോകുന്നു. പക്ഷേ നമ്മുടെ പള്ളിയിലും നമ്മുടെ പള്ളികളിലും മദ്രസകളിലും ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുപ്പക്കാരായ ആളുകൾ ബേക്കോട്ട് നിൽക്കുന്നു. ചിന്തിക്കണം, നമ്മൾ ചിന്തിക്കണം. അല്ലാഹുവേ, ഞങ്ങൾക്ക് ബോധം നൽകണേ റഹ്മാനെ. എന്റെ പ്രിയമുള്ളവരെ, വളരെയധികം നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണത്. നമ്മുടെ ദീനിന്റെ ബോധം, ദീനിന്റെ ചിന്ത നമ്മുടെ ചെറുപ്പക്കാരിൽ നിന്ന്, കുട്ടികളിൽ നിന്ന് എടുത്തു പോകുന്നു. ദീനുമായിട്ട് ബന്ധമല്ല, അവർക്ക് വഅദ് വേണ്ട, മജ്ലിസ് നൂർ വേണ്ട, സ്വലാത്ത് വേണ്ട, ദിക്ർ വേണ്ട, ഒന്നും വേണ്ട.
അങ്ങനെ അവർ സഞ്ചരിക്കാൻ ഇന്ന് പല ആളുകളും സിനിമ കണ്ടിട്ട് കരയുന്നതാണ്. പഠിച്ചവനെ, ഇന്നലെ ഞാനിങ്ങനെ എന്റെ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ നോക്കുമ്പോ ഒരു വീഡിയോ കണ്ട് എന്റെ പ്രിയമുള്ളവരെ പഠിച്ചറപ്പെ കണ്ടപ്പോ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി. ഒരു സിനിമ കണ്ടിട്ട് കുട്ടികൾ ഇരുന്നിട്ട് എന്റെ മക്കളും ഇരുന്നിട്ട് കരയുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷിതാവ് അതിങ്ങനെ വീഡിയോ ആക്കിയിട്ട് റീൽസ് ആക്കിയിട്ട് എടുത്തിട്ട് ഇട്ടിരിക്കാം. സിനിമ കണ്ടിട്ട് കരയുന്നത്. അള്ളാന്റെ ഖുർആൻ കണ്ടിട്ട്, ഖുർആൻ ഓതിയിട്ട് കരയാൻ എന്റെ പ്രിയമുള്ളവരെ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? ഒന്ന് ആലോചിക്കണം. നമ്മൾ ആലോചിക്കണം. നമ്മൾ സിനിമ കണ്ടിട്ട് കരയുന്നത് എടുത്തിട്ട് മാതാപിതാക്കൾ അത് റീൽസ് ആക്കി എടുത്തിട്ട് സമൂഹത്തെ കാണിക്കാൻ എന്റെ മക്കൾ കരയുന്നത് കണ്ടോ സിനിമ കണ്ടിട്ട്? എന്താണത്? അള്ളാഹുവിന്റെ മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തിട്ട് അള്ളാന്റെ റസൂലിന്റെ ചരിത്രങ്ങളും അവിടുത്തെ പ്രയാസത്തിന്റെ കഥകളൊന്ന് വായിച്ചിട്ട് കരയാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? ഈ പറയുന്ന മക്കൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. സിനിമ കണ്ടിട്ട് കരഞ്ഞാൽ എന്റെ പ്രിയമുള്ളവരെ, നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിൽ നീ കരയേണ്ടി വരും. നിന്റെ മക്കളുടെ കാരണത്താൽ നീ കരയേണ്ടി വരും. നീ അള്ളാന്റെ മുമ്പിൽ നാളെ രക്ഷപ്പെടണമെങ്കിൽ, ഞാനും നിങ്ങളും നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ മക്കളെ ഖുർആൻ കൊണ്ട് കരയിപ്പിക്കാൻ നീ ശ്രമിക്കുക. നിസ്കരിച്ചിട്ടൊന്ന് കരയിപ്പിക്കാൻ നോക്ക്. എന്നാ നീ അള്ളാന്റെ മുമ്പിൽ നീ രക്ഷപ്പെടും. സിനിമ കണ്ടിട്ട് കരയുന്നു എന്നും പറഞ്ഞിട്ട് റീൽസ് എടുത്തിട്ടിട്ട് സമൂഹത്തിന്റെ മുമ്പിൽ നീ കാണിച്ചു കൊടുത്ത അള്ളാന്റെ മുമ്പിൽ നമ്മൾ കരയേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ കാലം ഇതാ. മാതാപിതാക്കൾക്ക് തന്നെ ഇന്ന് അള്ളാഹുമായിട്ട് ബന്ധമില്ല, റസൂലുമായിട്ട് ബന്ധമില്ല. അവർക്ക് ഹജ്ജ് വേണ്ട, ഉംറ വേണ്ട, സ്വലാത്ത് വേണ്ട, ദീനി കഥകൾ വേണ്ട, ചരിത്രം വേണ്ട. ദുനിയാവിന്റെ സൗകര്യങ്ങളും ദുനിയാവിന്റെ ആഡംബരങ്ങളും മതി. ഈ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തുന്നത് അല്ലാഹുവേ ഈ കാലഘട്ടത്തിന്റെ അവസാനമാണ്. ലോകത്തിന്റെ അവസാനമാണ്. ആഖിറത്ത് സമാനാണ്. അവസാന സമയത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. നമ്മൾ സൂക്ഷിക്കേണ്ട സമയമാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ പടച്ചോനെ, ഞങ്ങളെ നീ നന്മയിലാക്കി തരണേ റബ്ബേ.